ബംഗളൂരുവിൽ 17-കാരിയെ കൊലപ്പെടുത്തി മൃതദേഹം സൂട്ട്കേസിലാക്കി ഉപേക്ഷിച്ച കേസിൽ 7 പ്രതികൾ പിടിയിലായിരിക്കുന്നു. ബീഹാറിൽ നിന്നാണ് ഈ പ്രതികൾ പിടിയിലായത്. മെയ് 21-നായിരുന്നു സംഭവം. മുഹമ്മദ് റഹീസ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങൾ റഹീസ്, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യങ്ങൾ? ഈ പ്രതികൾ ബീഹാറിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ 7 പേരും ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രജിൻ, അല്പസമയം മുൻപാണ് ഈ 7 പ്രതികളെ ബീഹാറിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ ബീഹാർ സ്വദേശികൾ തന്നെയാണ്. കഴിഞ്ഞ മെയ് 21-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഒരു പെൺകുട്ടി, 17-കാരിയായിട്ടുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തി മൃതദേഹം സൂര്യനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ആ മൃതദേഹത്തിന്റെ ചില പരിശോധനകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന മൃതദേഹമാണെന്നും അവിടെ വെച്ച് കൊലപാതകമാണെന്നും അവിടെ വെച്ചല്ല കൊല നടന്നതെന്നൊക്കെയുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. അതിനുശേഷം ഈ പ്രതികളെ പിടികൂടാനായി കഴിഞ്ഞ 2-3 ആഴ്ചയായി തീവ്ര ശ്രമത്തിലായിരുന്നു പോലീസ്. അങ്ങനെയാണ് ചില CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ചില സംശയങ്ങളിലേക്ക് വഴിവെക്കുകയും ഈ പ്രതികളെ ഏതാണ്ടൊക്കെ പോലീസ് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് ഈ കർണാടക, ബീഹാർ പോലീസ് സംയുക്തമായ ഒരു അന്വേഷണം നടത്തി. അങ്ങനെ പ്രതികളെ ഇപ്പോൾ നവാഡ ജില്ലയിൽ നിന്നും പിടികൂടിയിരിക്കുകയാണ്. അങ്ങനെ ഈ 7 പേരെ പിടികൂടിയതിൽ ഒരാൾ ആഷിഖ് കുമാർ, മറ്റൊരാൾ മുകേഷ്, ഒപ്പം തന്നെ രാജാറാം മോഹൻ എന്നിവർ ഇതിലുണ്ട്. എന്തായാലും കൊലയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം ചോദ്യം ചെയ്തു വരികയാണ്. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.